എല്ലാവർക്കും ചാരു സർക്കിളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു അടിപൊളി ബോട്ടിൽ ക്രാഫ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ ബോൾ ഐസ്ക്രീം? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ബോൾ ഐസ്ക്രീം. അതാണ് ഇന്നത്തെ നമ്മുടെ താരം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ബോൾസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴിച്ച് കഴിഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബോൾസാണിത്. അപ്പോൾ ഇതാണ് നമുക്കിന്ന് വേണ്ടത്. ഇതിൻ്റെ ക്യാപ്പാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിൻ്റെ ക്യാപ്പ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ ക്യാപ്പ് എടുക്കുക. ഒരു 4 ക്യാപ്പ് ഞാൻ എടുത്ത് കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ. 3, 4, 5 ഒക്കെ എടുക്കാം. എന്നിട്ട് നമുക്ക് അക്രിലിക് പെയിൻറ്റ് മഞ്ഞ അത് വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ആ റൗണ്ടിൻ്റെ ഉള്ളിൽ കൊടുക്കാം. അപ്പം 4 എണ്ണം കളർ ചെയ്ത് ഉണക്കാൻ വയ്ക്കാം. ഇനി വേണ്ടത് ബോട്ടിൽ ഒരു അല്പം വലിയ ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം നമുക്കത് വെക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയാണ്. ഇത് നമുക്ക് പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി വേണ്ടത് നമുക്ക് ചുള്ളിക്കമ്പുകൾ. നമ്മുടെ മുറ്റത്തൊക്കെ ചുള്ളിക്കമ്പുകൾ കിടപ്പുണ്ടാവും. അതപ്പോൾ 1-2 എടുത്തോളൂ. അപ്പോൾ അതെടുക്കാം. അത് നമ്മൾ തണ്ടിന് വേണ്ടിയാണ്, അതായത് സ്റ്റെമ്മിന് വേണ്ടി എടുക്കണം. അപ്പോൾ ചെറുതായാലും മതിയാവും. അപ്പോൾ അത് ഞാനിവിടെ കറുത്ത പെയിൻറ്റ് വെച്ച്, അക്രിലിക് പെയിൻറ്റ് തന്നെയാണ്, അത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഓക്കെ, അത് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ഇലകൾ വേണം. അതൊരു 3-4 എണ്ണം മതിയാകും. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ഇല എടുത്ത് വെച്ചത്. ഇത് ഒരുപാട് ഉണങ്ങിയിട്ടില്ല, എന്നാൽ ഇത് പച്ചയുമല്ല, നല്ല പഴുത്ത് ഉണങ്ങുന്ന പാകമായി നിൽക്കുന്ന ഇലകളാണിത്. ഒരു വാടി പഴുത്ത് നിൽക്കുന്ന ഒരു ഇലകളാണ്. അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് പച്ച പെയിൻറ്റ് വെച്ച് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ പെയിൻറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. ഇനി വേണ്ടത് നമ്മൾ ആ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ടല്ലോ, ക്യാപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ ചെറിയ മുത്തുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു മുത്തായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ചെറിയ പഞ്ചസാര മുത്തുകൾ എന്ന് പറയില്ല. അപ്പോൾ ആ മുത്തുകൾ വെച്ചിട്ട് നമ്മൾ ആ സെൻറ്റർ ഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ കളർ ചെയ്യുക, ബ്രൗൺ കളർ കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അത് ചെയ്യാണ്. അപ്പോൾ 3 എണ്ണത്തിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബോട്ടിൽ എടുക്കാം. ബോട്ടിലിൽ നമുക്ക് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് സ്റ്റെം വെച്ചതിന് ശേഷം ഫ്ലവർ വെക്കണം. ഈ ഒരു രീതിയിലാണ് വെക്കാൻ പോണത്. അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് എടുത്തിരിക്കുന്നത്. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നല്ല പശ ഉണ്ടെങ്കിൽ നല്ല പശ വേണം, എന്നാലേ നിൽക്കുള്ളൂ. ഈ ചുള്ളിക്കമ്പൊക്കെ നിൽക്കണമെങ്കിൽ ഒരല്പം നല്ല പശയാണ്, ഫെവിക്കോക്ക് പോലത്തെ പശ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതെടുത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വെക്കുകയാണ്. പിന്നെ ഈ ചുള്ളിക്കമ്പ് പെയിൻ്റ് അടിച്ച് ഇലയും പെയിൻ്റ് അടിച്ചതിന് ശേഷം വാർണിഷ് അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം കുറേ നാൾ നിൽക്കും. അപ്പോൾ അത് വാർണിഷ് അപ്ലൈ ചെയ്ത് ഉണക്കിയതിന് ശേഷം ബോട്ടിലോട്ട് വെക്കാൻ ശ്രമിക്കുക. അതിന് ശേഷം വാർണിഷ് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്, കാരണം എല്ലായിടത്തും ആകും. ബോട്ടിലും പിന്നെ സ്റ്റെമ്മും ഇലയൊക്കെ സെപ്പറേറ്റ് വാർണിഷ് അപ്ലൈ ചെയ്ത് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ ഫ്ലവറും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2ാമത്തെ ഫ്ലവറുമായി, 3ാമത്തെ ഫ്ലവറായി. ബോട്ടിൽ വലുതാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 4, 5 ഒക്കെ ഫ്ലവേഴ്സ് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ 3 ഫ്ലവറേ വെക്കുന്നുള്ളൂ, നമുക്കതിനുള്ള വലിപ്പമുള്ളൂ ബോട്ടിലിന്. അപ്പോൾ അത് ചെയ്യാം. അപ്പം നമ്മുടെ 3 ഫ്ലവറും വെച്ച് കഴിഞ്ഞു. ഇനി ഒരു സ്റ്റെമ്മും കൂടി ഉണ്ട്, അത് നമുക്ക് വെക്കണം. അപ്പോൾ അതൊന്ന് ഈ ഭാഗത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇലകൾ വെക്കണ്ടേ, ഇലകൾ വെക്കാം. അപ്പോൾ അതും ഗ്ലൂ ഗണ്ണിൽ തന്നെയാണ് വെക്കുന്നത്. ഗ്ലൂ ഗൺ എടുക്കുക, അതിൻ്റെ മറുഭാഗത്ത് നമ്മൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ വയ്ക്കാം. ഇപ്പം ഞാനിവിടെ 3-4 ഇലകളേ ഉള്ളൂ.
കൂടുതൽ ഇലകൾ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, കുപ്പി കുറച്ചും കൂടെ വലിപ്പം ഉള്ളതാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ഇലകൾ വെക്കുമ്പോൾ കൂടുതൽ ഭംഗി വരും. നമ്മൾ കുറച്ച് ഇലയും കുറച്ച് പൂവൊക്കെ വെക്കുന്നുള്ളൂ. അപ്പോൾ ചെറിയ കുപ്പി ആയതുകൊണ്ടാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.